JEE Main 2026 Phase 1-ൽ ജാനുവരി 22 നടന്ന എക്സാമിൽ ഷിഫ്റ്റ് 2-ലെ ക്വസ്റ്റ്യൻ നമ്പർ 7-ലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് അർഹെനിയസ് ഇക്വേഷൻ. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കെമിക്കൽ കൈനറ്റിക്സ് എന്ന ചാപ്റ്ററിലെ അർഹെനിയസ് ഇക്വേഷൻ എന്ന ടോപ്പിക്കിൽ നിന്നാണ്. അപ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് അർഹെനിയസ് ഇക്വേഷൻ ആണ് ചോദ്യം. ഫസ്റ്റ് പറഞ്ഞിരിക്കുകയാണ് ദ ഫാക്ടർ e raised to minus EA by RT corresponds to the fraction of molecules having kinetic energy less than activation energy. Less than ആണോ മക്കളെ? Less than അല്ല, it is actually more than. അപ്പോൾ more than ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ചൂസ് ദി കറക്റ്റ് ആൻസേഴ്സ് ഫ്രം ദി ഓപ്ഷൻസ് ഗിവൺ ബിലോ. താഴ്ന്നതിൽ കറക്റ്റ് ഏതൊക്കെ ഉണ്ടെന്നാണ് ചോദ്യം. അപ്പൊ എ തെറ്റാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ 2 നെഗ്ലക്ട് ചെയ്യാം, ഓപ്ഷൻ 3യും നെഗ്ലക്ട് ചെയ്യാം. കാരണം 2-ൽ എ ശരിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ശരിക്കും നമ്മൾ നോക്കുമ്പോൾ 1ഉം 4ലും ബി ശരിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ബി ശരിയായിരിക്കണം. എന്നിരുന്നാലും നമുക്കത് ചെയ്തു നോക്കാം. അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ലോവർ ആക്ടിവേഷൻ എനർജി മീൻസ് ഫാസ്റ്റർ ദി റിയാക്ഷൻ. ആ സ്റ്റേറ്റ്മെന്റ് എന്തായാലും ശരിയാണ്. കാരണം ആക്ടിവേഷൻ എനർജി കുറവാണെങ്കിൽ റിയാക്ഷൻ എന്തായിരിക്കും? ഫാസ്റ്റർ ആയിരിക്കും. നെക്സ്റ്റ്, increase in temperature about 10 degrees Celsius doubles the rate of reaction. ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ശരിയാണെന്ന് പറയാം. ടെമ്പറേച്ചർ കോഫിഷ്യന്റ് പ്രകാരം 10 ഡിഗ്രി റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ ചെയ്യുന്നതാണ് നമുക്ക് NCERT പറഞ്ഞിരിക്കുന്നത്. ശരിക്കും 2 or 3 ടൈംസ് വരാം, പക്ഷെ 2 ടൈംസ് എന്നുള്ളത് തെറ്റൊന്നുമില്ല. അടുത്തത് പ്ലോട്ട് ഓഫ് ലോഗ് കെ വേഴ്സസ്. അപ്പൊ നമ്മൾ ഗ്രാഫാണ് വേണ്ടത്. നമ്മളൊരു ഗ്രാഫ് ഇവിടെ പ്ലോട്ട് ചെയ്യാണ്. ഏത് ഗ്രാഫാ? ലോഗ് കെ വേഴ്സസ് 1/t കർവ് ആണ്. അപ്പം നമുക്കിവിടെ ആക്ച്വലി ഇങ്ങനെ കിട്ടും. ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ആക്ച്വലി നമുക്കറിയാം അർഹെനിയസ് ഇക്വേഷൻ പ്രകാരം k ഈസ് ഈക്വൽ ടു a e raised to minus EA by RT എന്നാണ്. therefore ln k ഈസ് ഈക്വൽ ടു ln a minus EA by RT എന്നായി. or log k is equal to log a minus EA by 2.303 r into 1/t എന്ന്. y is equal to c minus mx എന്ന ഫോർമാറ്റിൽ എടുത്താൽ സ്ലോപ്പ് എന്ന് പറയുന്നത് that is equal to minus EA by 2.303 r എന്ന് എഴുതണം അല്ലേ? യെസ്. സോ അങ്ങനെയാണ് ഇവിടുത്തെ സ്ലോപ്പ് മൈനസ് EA by 2.303 r എന്നാണ് വരിക. അപ്പം നിങ്ങൾ നോക്കിക്കേ, മൈനസ് EA by r എന്ന് മാത്രമേ ഇവിടെ ഉള്ളൂ. ലോഗാണ്. നാച്ചുറൽ ലോഗരിതം ആയിരുന്നെങ്കിൽ ശരിയായി തന്നെ. സോ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. അപ്പോൾ ഡി തെറ്റാണ്. ഡി തെറ്റാണെങ്കിൽ ഓപ്ഷൻ 1ഉം തെറ്റാണ്. നമ്മുടെ ആൻസർ ഈസ് ഓപ്ഷൻ 4. ബിയും സിയും ആണ് ഇവിടെ ശരിയായ സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ ആണോ? ഇസ് ദാറ്റ് ക്ലിയർ?